ഒരു രക്ഷയില്ല മക്കളെ, അടിപൊളി ടേസ്റ്റ്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇന്ന് അടിപൊളി ഒരു ചിക്കൻ്റെ വറവാണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റോട് കൂടിയുള്ള ചിക്കൻ ഞാൻ ഇപ്പോൾ തന്നെ ആദ്യമായിട്ട് കഴിക്കുകയാണ്. കാരണം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കാറുണ്ട്. ഓരോ സാധനങ്ങളുടെ കുറവ് കാരണം ഉണ്ടാക്കാറില്ല. ഇപ്പം നമുക്ക് ചിക്കൻ കിട്ടിയപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങളും വീഡിയോ ഫുള്ളായും കാണണം കേട്ടോ. നമ്മളിത് ചോറിലേക്കോ എന്താ പറയുക, ചപ്പാത്തിയിലേക്കൊന്നുമല്ല, വെറുതെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയൊരു ചിക്കൻ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇത് മാത്രം കഴിക്കണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പം നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ ജീരകവും നന്നായി പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് പിന്നെ നമ്മളതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ കേട്ടോ. എങ്കിലും ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഫുള്ളായി ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ച് ശരിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കൈ കൊണ്ട് തന്നെ ശരിയാക്കാൻ നോക്കുക. നമ്മൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്ര എല്ലാ ഭാഗത്തേക്കും എത്തില്ല. അപ്പോൾ കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായി കുഴച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഞെരുക്കി ഒന്ന് കുഴച്ച് കൊടുക്കുക തന്നെ ചെയ്യുക. അതിന് ശേഷം നമ്മളതിലേക്ക് കടലപ്പൊടിയോ എന്താ പറയുക, ആട്ടപ്പൊടിയോ മൈദയോ ഒന്നും അല്ല ഇട്ട് കൊടുക്കണേ. ഇന്ന് നമ്മളതിലേക്ക് കോറപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2-3 സ്പൂണ് നന്നായി കോറപ്പൊടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതിലേക്ക് നല്ല എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിടി എള്ളനെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായി കൈ കൊണ്ട് തന്നെ പിന്നെയും കുറച്ച് നേരം കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ ആക്കി കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും, അതുപോലെ ഹെൽത്തിയും കൂടെയാണ്. വെറുതെ ഇരുന്ന് 1/2 മണിക്കൂർ നമ്മളിത് തിന്നാനായിട്ട് മാറ്റി വെക്കുക. കാരണം ആസ്വദിച്ച് കഴിക്കുക, പെട്ടെന്ന് കഴിക്കാതെ. എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് കുറേശ്ശെ നന്നായി ചവച്ച് അരച്ചിട്ട് തന്നെ കഴിക്കാൻ നോക്കണം. അധികം കിഡ്നി പ്രോബ്ലമൊക്കെ വരുന്നത് പെട്ടെന്ന് കഴിച്ചിട്ടാണ്. അപ്പോൾ ഇത് ദഹിക്കാനുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ആസ്വദിച്ച് കഴിക്കുക, നല്ല ടേസ്റ്റും കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് നന്നായി ചൂടായതിന് ശേഷം ഓരോ പീസാക്കി ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുക, കാരണം നമ്മൾ ചട്ടിയുടെ അടി പിടിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ കോഴിമുട്ടയൊക്കെ ഒഴിച്ച കാരണം നമ്മളെ മുട്ട അടി പിടിക്കാതിരിക്കാനും കുറച്ച് ഉപയോഗം ആണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2ാം ട്രിപ്പ് നമ്മൾ പൊരിക്കുമ്പോഴും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നന്നായി ആയിട്ടുണ്ട്. നല്ല മണം തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റോടു കൂടി തന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ 2ാം ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു തേങ്ങ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. 2ാം ട്രിപ്പ് ഇട്ട് കൊടുത്തത്
എന്താ പറയുക, ചുവന്ന മുളകാണ് കേട്ടോ. അപ്പോൾ ഒരു കളർഫുള്ളും കൂടെ ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ രണ്ടാം ട്രിപ്പ് നമ്മൾ കോരിയും കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു മുറി തേങ്ങ ചെറിയ പീസാക്കി, എന്താ പറയുക, കുറച്ച് വലുത് തന്നെയാണ്, അധികം ചെറുതാക്കണില്ല, ഈ രൂപത്തിലെടുക്കണം കേട്ടോ. അതൊന്ന് എണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 3/4% വറുത്തതിന് ശേഷം നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക വേണം, അത്രയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ പൊറോട്ട അതുപോലെ നെയ്ച്ചോറ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ ചോറും ഇതെല്ലാം കൂടെ കഴിക്കുമ്പോൾ, പക്ഷേ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്കിത് എടുക്കാം. അതിന് ശേഷം കുറച്ച് മുന്തിരിങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എരിവും പുളിയും എന്താ പറയുക, നമ്മളെ എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു ടേസ്റ്റ് ആവും കേട്ടോ അത്. അപ്പോൾ അതെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്, ടേബിൾ സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഒന്നുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച എല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ ഒരു 5 മിനിറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കോരിയെടുക്കുകയാണ്. പിന്നെ എണ്ണയൊക്കെ നന്നായി വാർന്നു പോയതിന് ശേഷം നമ്മൾ ഡെക്കറേഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടി ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി ഇല്ലാത്ത കാരണം തക്കാളി എടുത്തിട്ടില്ല. അപ്പം നമ്മൾക്ക് ഒന്നും കൂടി ഡെക്കറേഷൻ അടിപൊളിയാക്കണമെങ്കിൽ തക്കാളിയും കൂടി ആവശ്യമായിരുന്നു. അപ്പോൾ അതിവിടെ ഇല്ലാത്ത കാരണം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ തക്കാളി കൊണ്ട് അടിപൊളി പൂവൊക്കെ പോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയതാണ്. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ, ഷെയർ ചെയ്യാനും. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.